സുഹൃത്തുക്കളെ, ഇന്ന് കനഡ പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ നമ്മളോട് പറയുന്നത്. ഇതാണ് ലെറ്റർ ബോക്സുകൾ. ഇവിടെ 240 ബോക്സ് ഉണ്ട്. ഒരെണ്ണത്തിൽ 16 വീതം 15 ബോക്സ് ഉണ്ട് ഇവിടെ. നമ്മുടെ ബോക്സ് ഇതാണ് 4-3. ഇത് തുറന്നിട്ട് നമ്മൾ കത്തുകൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടയ്ക്കണം. നമ്മൾ കത്തുകൾ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും മിസ്സൻ്റ് ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ ഈ പെട്ടിയിലിടണം. ഈ പെട്ടിയിലിട്ട് തിരിച്ചു കൊണ്ടുപോകും. നമുക്ക് വരുന്ന പാർസൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ പാർസൽ ഉണ്ടെങ്കിൽ അവർ ഇതിലിട്ടിട്ട് നമുക്ക് ഇതിലൊരു താക്കോല് അതിലിടും. അപ്പം നമ്മളിത് എടുത്തിട്ട് പാർസലിൽ നിന്ന് എടുക്കാം. നമ്മുടെ പാർസലിൽ അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും അതിൽ വെക്കാം. ഇതാണ് ബോക്സുകൾ. നമ്മുടെ കനഡ പോസ്റ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസായിട്ട് നമുക്ക് നേരിട്ട് ബന്ധം വേണമെന്നില്ല. കനഡ പോസ്റ്റ് എപ്പോഴും ഫ്രാഞ്ചൈസി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ ഷോപ്പിംഗ് സെൻറ്ററിലും അല്ലെങ്കിൽ വിവിധ മാളുകളുടെ അടുത്ത് വലിയ ബിസിനസ് ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ ഫ്രാഞ്ചൈസികൾ അവർ ചെറിയൊരു റൂം എടുത്തിട്ടുണ്ടാവും. അവിടെ ഇനി നമ്മളെ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നമുക്ക് അയക്കാനുള്ള കത്തുകളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യാം. പാർസൽ അയക്കണമെങ്കിൽ അവിടെ വരാം. ഈ പോസ്റ്റ് ഓഫീസിൽ എന്നും സ്റ്റാഫ് രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഇവിടെ വരും. ഇതിലുള്ള ആളുകൾക്കൊക്കെ കത്തുകൾ ഇവിടെ ഇടും. ഇവിടെ 240 വീടുകളുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അവരുടെ കത്തുകളുണ്ട് ഇവിടെ. ഇതുപോലെ ഓരോ കോളനിയിലും ഓരോ ഹൗസിംഗ് കോളനിയിലും ഇതുപോലെ പെട്ടികൾ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ അവിടുത്തെ പോലെ വീടുകളിൽ വന്ന് കത്ത് തരുന്ന പരിപാടിയില്ല. അതുപോലെ സ്റ്റോറേജ് ബിൽഡിങ്ങിൽ ലെറ്റർ ബോക്സിൽ ഇടുന്ന പരിപാടിയില്ല. അതുപോലെ നമുക്ക് കത്തുകൾ അയക്കണമെങ്കിൽ ഇവിടെ കനഡയിൽ വഴിയിൽ വലിയ ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. അതിൽ കത്തുകൾ ഇടാം. കത്തിന് സ്റ്റാമ്പ് മേടിക്കണമെങ്കിൽ അതുപോലെ വലിയ പാർസൽ അയക്കണമെങ്കിൽ നമ്മൾ ഈ ഫ്രാഞ്ചൈസിയിൽ പോകണം. നമുക്ക് വലിയ പാർസൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഈ ബോക്സിൽ അറിയിക്കും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ പറഞ്ഞ ഫ്രാഞ്ചൈസിയിൽ പോയിട്ട് നമ്മൾ വാങ്ങണം. ഇനി നമുക്ക് പോയി പാർസൽ വാങ്ങാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അവർ കൊണ്ടുവന്ന് തരും. ഇവിടെ കഴിഞ്ഞ ദിവസം പോസ്റ്റൽ സമരം നടന്നു. അതായത് ജീവനക്കാരെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അവിടുത്തെ പോലെ ഇവിടെയും സമരമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന കത്തുകൾ, ഗവൺമെൻറ് കാര്യങ്ങൾ, ഇമെയിൽ വരുന്ന അഡ്രസ്സിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ടാക്സ് അടയ്ക്കാനുള്ള കാര്യങ്ങൾ, വിവിധ കമ്പനികളുടെ പാർസലുകളെല്ലാം കത്തുകളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവന്ന് തരും. പോസ്റ്റ് ഓഫീസ് ഇവിടെ വളരെ പ്രധാനമാണ്. പോസ്റ്റ് ഓഫീസിന് വളരെ ഡിമാൻഡാണ്. അപ്പോൾ വിറ്റ്ബിയിൽ നിന്ന് ജോൺസൺ കൊക്കനാണ് ഇത് സംസാരിക്കുന്നത്. നമ്മൾ പോസ്റ്റൽ സ്റ്റാഫായിരുന്നല്ലോ. അതുകൊണ്ട് പോസ്റ്റൽ ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നേരിട്ട് പോസ്റ്റ് ഓഫീസായിട്ട് പോകേണ്ട കാര്യമില്ല.